ഈ ലോകത്തിനകത്തെ സൃഷ്ടിപ്രക്രിയയെ പറ്റിയുള്ള ചർച്ചകളിൽ പെടാതെ ലോകത്തിനെ പറ്റി തന്നെ നേരിട്ട് മനസ്സിലാക്കുന്നതാണ്. അതിൻ്റെ ഏകത മനസ്സിലാക്കാൻ ഒരുപാട്. ഇയാളുടെ കണ്ണും ഇയാളുടെ ചെവിയും ഇയാളുടെ മൂക്കും വ്യത്യസ്തമായിരിക്കുമ്പോഴും അത് താൻ തന്നെ ആയിരിക്കാനായിട്ട് കഴിയുന്നത് ഈ യോജിപ്പിൻ്റെ മേഖലയാണ്. ഇന്ന് നമുക്ക് ജനിതകമായി തന്നെ മനുഷ്യൻ ഒരു ഏക കുലമാണെന്നുള്ള അറിവ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിനി വേറൊരു ആവശ്യമേ വരുന്നില്ല. നമ്മളെ ഒരു ശക്തി നമ്മളെ എല്ലാം ഒരു പ്രത്യേക കാരണം കൊണ്ടുണ്ടാക്കി എന്ന് പറയുന്നത് ന്യായം പറയേണ്ട ആവശ്യമേ വരുന്നില്ല. കൃത്യമായിട്ടും തമ്മിൽ യോജിപ്പുള്ള മനുഷ്യകുലത്തിൻ്റെ ജനിതകം നമുക്കിന്ന് അറിയുന്ന ആൾക്കാരാണ്. ലോകത്തുള്ള മറ്റ് ജീവികളുടെ ജനിതകം എന്നറിയുന്നതാണ്. ജനറ്റിക് എൻജിനീയറിങ് നമ്മൾ ചെയ്യുന്നവരാണ്. ഈ ചെയ്യുന്നത് കാരണം കൊണ്ട് ഗുണപരമായ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാറിയിരിക്കുന്ന കാരണം കൊണ്ട് ഇന്ന് പണ്ടത്തെ പഴയ ഒരു യുക്തിയും സത്യത്തിൽ ഇന്ന് ആവശ്യമില്ല. ഇതുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ്റെ ഏകതയെ പറ്റിയോ അല്ലെങ്കിൽ യോജിപ്പിനെ പറ്റിയോ ജീവൻ്റെ യോജിപ്പിനെ പറ്റിയോ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് പറയുന്നത്. സിംബയോട്ടിക് എവല്യൂഷനാണ് സത്യത്തിൽ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പരസ്പരം സഹകരിച്ച് മാത്രമാണ് കോടിക്കണക്കിന് കോശങ്ങൾ സഹകരിക്കുന്നതുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അവരത്രയും പേര് യോജിക്കുന്നത്. അത്രയും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ യോജിച്ച് നിൽക്കുന്നതിൻ്റെ സഹകരണത്തിൻ്റെതായ യുക്തികളിലാണ് നമ്മളെല്ലാം ഉള്ളത്. ഇത് ഇത്രയും മനസ്സിലാക്കുക എന്ന് പറയുന്നതേ ഉള്ളൂ അതിനകത്ത്.